ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ചില ലോസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ 4 ലോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലോസ് എന്ന നിയമങ്ങൾ, LAWS ലോസ്. ലോസ് ആണ് നത്തിങ് ബട്ട് സ്റ്റെപ്സ് വി ഹാവ് ടു ടേക്ക്. എന്നുവെച്ചാൽ ഒരു ജോബ് സീക്കറിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കരിയറിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ചില സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോ ഓഫ് വാല്യൂ പറഞ്ഞു, ലോ ഓഫ് റിലവൻസ് പറഞ്ഞു, ലോ ഓഫ് കോൺസിസ്റ്റൻസി പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4 നമ്മൾ 4 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ലോ ഓഫ് കോൺസിസ്റ്റൻസി പറഞ്ഞു, ലോ ഓഫ് റിലവൻസ് പറഞ്ഞു, ലോ ഓഫ് റിലവൻസ് പറഞ്ഞു, ലോ ഓഫ് വാല്യൂ പറഞ്ഞു, പിന്നെ ലോ ഓഫ് വിസിബിലിറ്റി പറഞ്ഞു, പിന്നെ ലോ ഓഫ് കൺസിസ്റ്റൻസി പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്താണ് ദ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞല്ല, അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡോപ്റ്റ് അല്ല, കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നല്ല, അഡാപ്റ്റ്, ADAPT. അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ എപ്പോഴും എൻവയൺമെൻറ്റ്, അതിനകത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ മാറ്റങ്ങൾ എല്ലാത്തിനും അനുസരിച്ചല്ല, നമുക്ക് റിലവൻ്റായിട്ടുള്ള മാറ്റങ്ങൾ എന്താണോ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ സ്ട്രക്ചർ ചെയ്യുകയും റീസ്ട്രക്ചർ ചെയ്യുകയും എന്നുവെച്ചാൽ പരുവപ്പെടുത്തി എടുത്ത് ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മളുടെ ആ കഴിവിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ജോബ് സീക്കറെ സംബന്ധിച്ചും അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ കരിയർ ഒരു സക്സസ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സക്സസ്സിന് വേണ്ടി നമ്മൾ ലക്ഷ്യമിടുകയാണ്, ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യമിടുകയാണ്. മറ്റേത് മേഖലയിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പോലെ തന്നെ കരിയറും ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ടാർഗറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സക്സസ്സിന് വേണ്ടി നമ്മൾ ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായിട്ടും ഈ അഡാപ്റ്റബിൾ ആകുക എന്നുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ആകുക എന്നുള്ള നമ്മളുടെ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും, കാരണം ഓർഗനൈസേഷനകത്ത് തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് ജോലിയുമായി പോകുമ്പോൾ ആ ഓർഗനൈസേഷനകത്ത് തന്നെ മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ടാകും. ലീഡർഷിപ്പ് മാറ്റങ്ങളുണ്ടാകാം, അതിനകത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ മാറ്റം ഉണ്ടാകാം, പോളിസീസിൽ മാറ്റമുണ്ടാകാം, അതിനകത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനകത്തിൽ മാറ്റം ഉണ്ടാക്കാം, പ്രോസസ്സുകൾ മാറ്റം ഉണ്ടാകാം, ലീഡർഷിപ്പ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകാം, മാനേജറിയൽ സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാണ് ഓർഗനൈസേഷനകത്തും അതുപോലെ തന്നെ ഓർഗനൈസേഷന് പുറത്തും. ഓർഗനൈസേഷന് പുറത്തും നമ്മൾ നമ്മളുടെ പുറം ലോകത്ത് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് കഴിയാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് എപ്പോഴും നമുക്ക് പുറത്തുണ്ടാകുന്നത്. ഒരു വ്യക്തി എന്ന രീതിയിൽ എപ്പോഴും നമുക്ക് പുറത്തുണ്ടാകും. നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ്, നമ്മളൊഴികെ ബാക്കിയെല്ലാം ഔട്ട്സൈഡ് വേൾഡാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ടെക്നോളജി ഫാസ്റ്റായിട്ട് മാറാം, ജനങ്ങളുടെ സ്വഭാവങ്ങൾ മാറാം, പെരുമാറ്റങ്ങൾ മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം, ഇക്കണോമിക് ചേഞ്ചസ് ഉണ്ടാകാം. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ഏത് സെക്ടറിനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിലാണ്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സർവീസ് മേഖലയിലാണ്, ഇനി അതല്ല മാനുഫാക്ചറിങ് സെക്ടറിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചറിങ് ഉണ്ട് ഇല്ലേ. ഒത്തിരി മേഖലകളുണ്ട് മാനുഫാക്ചറിങ്. അപ്പോൾ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓട്ടോമൊബൈൽസിൻ്റെ മാനുഫാക്ചറിങ്, ഇപ്പം നിങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ്, HR, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ്, ERP, അപ്പോൾ ഇതെല്ലാം ഓരോരോ മേഖലകളാണ്. ഈ മേഖലകളിലെല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിലവൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ടാലി എന്ന് പറയുന്ന ERP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് അവർ റെഗുലറായിട്ട് ഈ പറഞ്ഞ കമ്പനി ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ പുതിയ ടെക്നോളജി
അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ അതിനുള്ളൊരു വില്ലിങ്നെസ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ അഡാപ്റ്റബിൾ ആകുന്നത്. കാരണം മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കരിയർ സീക്കിംഗ് ആയിട്ടുള്ള കരിയർ സക്സസ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ ഒരു ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സ്കിൽ വളരെ അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കുക, ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, അത് ലേൺ ചെയ്യേണ്ടതെങ്കിൽ ലേൺ ചെയ്യുക. നമ്മളതിനെ പ്രായോഗികമാക്കേണ്ട സാഹചര്യം ഉണ്ടാകും, അതിനെ പ്രായോഗികമാക്കുക. ഇപ്പോൾ ERPയുടെ കാര്യം തന്നെ പറഞ്ഞു, ടാലിയുടെ കാര്യം തന്നെ പറഞ്ഞു. ടാലി അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ അതിനകത്തുണ്ടാക്കി വെക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GST വരുന്നതിന് മുമ്പ് ടാലിക്കകത്തിൽ നല്ല ഒരു ERP സോഫ്റ്റ്വെയറിനകത്തിലും GSTയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളില്ല. അതിന് മുമ്പുള്ള വാറ്റിനെക്കുറിച്ച് മാത്രമായിരുന്നു. അപ്പോൾ GST വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പഴയ അതിനകത്തിലെ ഫീച്ചേഴ്സൊന്നും പുതിയ ഈ GST വന്നതിന് ശേഷമുള്ള ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഫങ്ഷൻ ചെയ്തില്ല, വർക്കൗട്ട് ആകത്തില്ല. അപ്പം തീർച്ചയായിട്ടും ടാലി എന്ന് പറയുന്ന ERP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ERPക്കാർക്കെല്ലാം തന്നെ ഈ പറഞ്ഞ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് അവർക്കും ചേഞ്ച് ചെയ്യണം. ഇത് ഉപയോഗിക്കുന്ന നമുക്കും തീർച്ചയായിട്ടും ഇനി GST ഉള്ള ടാലി എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ERP യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് നമുക്ക് പറയുന്നത്. അഡാപ്റ്റബിൾ അല്ലാത്തൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അഡാപ്റ്റബിൾ അല്ലാത്ത രണ്ട് രീതിയിലും, ഒന്നുകിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിവില്ല അല്ലെങ്കിൽ നമുക്ക് വില്ലിങ്നെസ് ഇല്ല. കാരണം ഈ ഒരു കാര്യം രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ നമുക്ക് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു വില്ലിങ്നെസ് ഇല്ലാത്തതുകൊണ്ട്, താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, ഐ എം നോട്ട് റെഡി ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. മറ്റൊരു വ്യക്തി എന്നാൽ ഈ പുള്ളി ഇഗ്നറൻ്റ് ആണ്, അതുകൊണ്ട് അറിയാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. നമുക്കറിയാം, പക്ഷേ വി ആർ നോട്ട് റെഡി അല്ലെങ്കിൽ വി ആർ നോട്ട് വില്ലിങ് എന്നുള്ളൊരു. അപ്പം അഡാപ്റ്റ് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തി റിലവൻ്റ് ആകത്തില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും. അതിപ്പം ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റേത് മേഖലയിൽ തന്നെ ആയാലും നമുക്കറിയാം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായാലും ശരി, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയെക്കുറിച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ, നോളജ്, ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് ആ വ്യക്തി മാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചും മറ്റെല്ലാ വ്യക്തികളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ നോളജ് ഗ്യാപ്പ് ഉണ്ടാക്കാതിരിക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫീൽഡുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, അതിനെ ലേൺ ചെയ്യുക, റീലേൺ ചെയ്യുക, നമ്മളെ സ്ട്രക്ചർ ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക എന്നൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വേൾഡ് നമുക്ക് ചുറ്റിനുമുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ചേഞ്ചിങ് സോ ഫാസ്റ്റ്. നമുക്കതിനകത്ത് വലിയ കൺട്രോളോ ഇൻഫ്ലുവൻസോ ഒന്നുമില്ല. നമുക്കതിനനുസരിച്ച് പോകുക എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് നോട്ട് അവർ ഫോൾട്ട്. ആ ചേഞ്ച് നമ്മളുടെ കാരണം കൊണ്ടല്ല, നമ്മളെല്ലാം ഉണ്ടാക്കിയത് എന്നിട്ട്. ബട്ട് വി ആർ റെസ്പോൺസിബിൾ ടു അഡ്ജസ്റ്റ് അലോങ് വിത്ത് ദാറ്റ്. അതിനെ അനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നോളജി ചേഞ്ചസ് ഉണ്ട്, ഇൻഡസ്ട്രീസ്, ബിസിനസ്, ഇക്കോണമി ചേഞ്ച് ഉണ്ട്, എക്കണോമിക് ചേഞ്ചസ് ഉണ്ട്, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ട്, പിന്നെ ഫാഷൻ, ടേസ്റ്റ്, പിന്നെ ഇതെല്ലാം ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഏരിയയുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും അവിടെയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾ, ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഇഗ്നറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അൺവില്ലിംഗ്. രണ്ടായാലും ശരി, ഇഫ് യു കനോട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ഗെയിം, യു ആർ നോട്ട് റിലവൻറ്റ്. നമ്മൾ റിലവൻ്റ് ആകത്തില്ല. അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഓർഗനൈസേഷനകത്ത് തന്നെ ഫാസ്റ്റായിട്ട് ഉള്ള ചേഞ്ചസിനനുസരിച്ച് മാറാൻ കഴിവുള്ള വ്യക്തികളെ മാത്രമേ മാനേജ്മെൻറ്റും പരിഗണിക്കത്തുള്ളൂ. മുകളിലേക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും സ്വന്തമായി പഠിക്കുവാനും, അല്ലാതെ തന്നെ ഓർഗനൈസേഷൻ തരുന്ന ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ അതുപോലുള്ള അപ്ഡേഷനൊക്കെ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ വില്ലിങ് ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ ബിക്കം ഇറിലവൻറ്റ്. നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കത്തില്ല. ഇപ്പോൾ മാനേജ്മെൻറ്റ് അപ്രൈസൽ നടത്തുള്ളൂ, റെഗുലറായിട്ട് ആനുവൽ അപ്രൈസൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഡാപ്റ്റബിലിറ്റി ഇല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ
അവർ നമുക്ക് നെഗറ്റീവ് മാർക്ക് തരികയും നമ്മുടെ കരിയർ സക്സസ്സിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അഡാപ്റ്റബിൾ ആകുക എന്നുള്ളത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കരിയർ സെക്യൂരിറ്റി ഇന്നത്തെ ലോകത്ത് അത് ആശ്രയിക്കുന്നത് നമ്മുടെ കപ്പാസിറ്റി ടു ലേൺ, ടു ബി ഫ്ലെക്സിബിൾ, അതുപോലെ തന്നെ അഡാപ്റ്റബിൾ ആകുക എന്നുള്ള ഈ 3 പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. ലേൺ ചെയ്യുക, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ലേണിംഗ് അത്യാവശ്യമാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റത്തിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ പോവുക. അഡാപ്റ്റബിൾ ആകുക സെയിം തന്നെ. അപ്പോൾ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി പറയുന്നത് ഇഫ് എ പേഴ്സൺ കനോട്ട് ബി അഡാപ്റ്റബിൾ ഹീ ബിക്കംസ് ഇറലവൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിലവൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓർഗനൈസേഷനകത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ അഡാപ്റ്റബിൾ ആവണം. നമുക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് വളരെ അത്യാവശ്യമാണ്. മാറ്റങ്ങൾക്കനുസരിച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ 4 ലോസിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ദ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.